രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് മനോഹരമായിട്ടുള്ള ഈ ആഫ്രിക്കൻ വയലറ്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെടി വളരെയധികം ഇഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ പൂക്കളുടെ ഒരു ഭംഗിയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പൂക്കളാണ്, നല്ല കളറുമാണ്. അപ്പോൾ എൻ്റെ പൂക്കളൊക്കെ, എൻ്റെ ആഫ്രിക്കൻ വയലറ്റ്സ് ഒക്കെ പൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പല പല ഘട്ടങ്ങളിലായിട്ട് പൂ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കളക്ഷൻസ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല. ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ വളരെ കുഞ്ഞ് തൈ തന്നെ ആയിട്ട് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ അത് അത്യാവശ്യം നന്നായിട്ട് വലുപ്പം വെച്ച് നല്ല ബുഷായിട്ടുണ്ട്. നമ്മുടെ ഗ്ലോക്സീനിയ പൂക്കളുടെ കൂടെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അന്നേരം ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഫ്ലവറിങ് ടിപ്സ്, പിന്നെ അതുപോലെ തന്നെ ഇത്ര നല്ല മനോഹരമായിട്ടുള്ള ഇലകൾ വരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എല്ലാം തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കണ്ടോ ഈ പൂവൊക്കെ നോക്കിക്കേ നിങ്ങൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ക്യൂട്ടാണ്. കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ടോ. അപ്പം ചെടിയുടെ പ്രത്യേകത, നമ്മൾ ഗ്ലോക്സീനിയ ചെടികളുടെ ഏകദേശം ഒരു സ്വഭാവമൊക്കെ തന്നെയാണ്. ഗ്ലോക്സീനിയയ്ക്ക് നല്ല അത്യാവശ്യം വലിയ ഇലകളാണ്, അതുപോലെ തന്നെ വലിയ പൂക്കളാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത് നല്ലൊരു കുഞ്ഞു കുഞ്ഞ് ഇലകളാണ്. ഇതിന് പല സൈസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെടിക്ക് ഇത്ര വലുപ്പം വരും ഇതിൻ്റെ ഇല എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തൈകളും ഇതിൻ്റെ അകത്ത് ഉള്ളിൽ വരുന്നുണ്ട്. അപ്പം മനോഹരമായിട്ടുള്ള ഈ ഒരു ചെടീനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, ഇതിനെ എങ്ങനെ ടേക്ക് കെയർ കൊടുക്കണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇതിന് പറയാനുള്ളത് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മേടിച്ചതാണ്. അപ്പം ചില നഴ്സറിയിൽ വളരെ നല്ല പോട്ടിംഗ് മിക്സ് ആണ്, പക്ഷേ ചിലതിൽ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ചുവപ്പ് മണ്ണ് അവർ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പം ചീച്ചിൽ കുടുങ്ങിയ ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചീയുന്ന ചെടികളൊക്കെ ഞാനിങ്ങനെ ഇലകൾ, പ്രത്യേകിച്ച് ഈ ഇലയുടെ ഭാഗം കണ്ടോ, അതൊക്കെ ഇങ്ങനെ ചീഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ ചീച്ചിൽ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടിപ്പിൽ തന്നെ, ഇതിൻ്റെ ഈ ടിപ്പിൽ തന്നെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ ആ ഒരു ചീച്ചിൽ കൂടുതൽ ഗ്രാജുവലായിട്ട് വന്നിട്ട് മൊത്തമായിട്ട് ചെടി കേടായി പോകും. അപ്പോൾ ഇത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെയർ പ്രത്യേകമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഈ ഒരു ചെടികളൊക്കെ നമ്മുടെ പോളി ഹൗസിൻ്റെ ഉള്ളിലായിരുന്നു ഇരുന്നത്. അത് കാരണം മഴ കൊള്ളുന്ന പ്രശ്നമില്ല. അതൊരു ഇൻഡോർ പ്ലാന്റ് തന്നെ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇൻഡോറിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കാം. പിന്നെ ഞാൻ പറയാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലകൾക്ക് വെൽവെറ്റ് ടെക്സ്ചറാണ് ശരിക്കും ഈ ഇലകൾക്കുള്ളത്. അതുപോലെ തന്നെ പൂക്കൾ ഇപ്പോൾ പല വിധം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു കണ്ടോ, ഇതിൻ്റെ നോർമൽ വെറൈറ്റീസും അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് കണ്ടോ കുറച്ച് ഇങ്ങനെ ഒരു ക്രീം കളറിൽ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഇത് കണ്ടോ, ഇത് പൊട്ടിയിട്ടുണ്ട്, ഈ ഇല പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടി ഇലകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റുക. അപ്പം നമുക്ക് ഈ ഇല വെച്ചിട്ട് നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇത്ര ഒരു ചെറിയ കഷ്ണം ഇല, അതായത് ഈ ഒരു ഇലയുടെ പോർഷൻ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ജിഫി ബാഗിൽ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേര് പിടിക്കും. അല്ലാതെ നമ്മൾ ഈ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് വെച്ചാൽ മതി. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞ ഇല ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെറുതെ ഒന്ന് കൈനെ കൊണ്ട് ഊന്നിയിട്ടു. സ്പെഷ്യലായിട്ട് കെയർ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടു. പിന്നെ ഇതാ ഇപ്പം അത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പൊക്കി കാണിച്ചു തരാം വേര് വന്നിട്ട്. അപ്പോൾ ഇലകൾ ത്രൂ നമുക്ക് അപ്പോൾ ഓരോരോ വെറൈറ്റീസ് നമ്മൾ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, വേഗം അതിൻ്റെ ഇല ഒന്ന് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം. അതെങ്ങനെ ചെയ്തതെന്നൊന്നും ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ഒരു ലീഫ് സെലക്ട് ചെയ്യുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് ഒരു ഷാർപ്പ് കട്ട് കൊടുക്കുക. ഇത്ര വലിയ തണ്ട് വേണ്ട, ജസ്റ്റ് ഒരു ഷാർപ്പായിട്ട് ഒരു കുറച്ചൊരു മിഡിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ്, അതായത് പോട്ടിംഗ് മിക്സ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചുള്ളത് ചകിരിച്ചോറും കുറച്ച് പെർലൈറ്റും കുറച്ച് വെർമിക്കുലേറ്റും കുറച്ച് ചാണകപ്പൊടിയാണ്. അതാണ് നമ്മളെ പോട്ടിംഗ് മിക്സ്. അതിലേക്ക് ഇറക്കി വെക്കുക. അത്യാവശ്യം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് വന്ന് കിട്ടുമേ.
ഈ ഒരു ചെടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കേടായി പോകും. അതായത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു കുത്തുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ കുത്തുകളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കുത്തുകളൊക്കെ വന്നത് വെള്ളം നനയ്ക്കുമ്പം ഇതിൻ്റെ മേലെ വന്ന് വീണിട്ട് അത് അങ്ങനെ നിന്നിട്ടാണ് അതിങ്ങനെ കേടായി പോകും. അപ്പോൾ ഒരു ഡ്രോപ്പ് ആയാലും മതി, എന്താണ് അത് പെട്ടെന്ന് ആ ചെടി ഇങ്ങനെ ആ ഇലയ്ക്കൊക്കെ കേടായിട്ട് ഒരു ഭംഗിയും കിട്ടില്ല. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ആ ചെടി അങ്ങനെ നശിച്ചു പോകും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്കൊരു വെറൈറ്റി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഇല പൊട്ടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. നമ്മൾ ഗ്ലോക്സീനിയ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പം കണ്ടോ, അത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ ഇല ഇതുപോലെ കുത്തിയിട്ടിട്ട് കണ്ടോ, ഇപ്പം ഇതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ വേരുകൾ. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ്സ്. ഒരു പോട്ടിംഗ് മിക്സ് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും എന്താണ് നമ്മൾ ഇലയുടെ ഭാഗത്ത് ഇങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഒരുപാട് എണ്ണമൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം പിടിച്ചോ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ 2-3 എണ്ണം വെക്കുമ്പോൾ ഒരെണ്ണമൊക്കെ പിടിക്കും. അപ്പം ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റാം. പോട്ടിംഗ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, പെർലൈറ്റ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെർമിക്കുലേറ്റ്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. വെർമിക്കുലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പെർലൈറ്റ് ഉള്ളത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം നല്ല എയറേഷനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. മണ്ണ് തീരെ ഉപയോഗിക്കുന്നില്ല. മണ്ണിൻ്റെ ഒരു ആവശ്യം ശരിക്കും ഈ ഒരു ചെടിക്കില്ല. അത്യാവശ്യം ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ്ചറിൽ നന്നായിട്ട് വെള്ളം ഈർപ്പം നിൽക്കും. അത് വെച്ചിട്ട് ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ ശേഷം മാത്രം വെള്ളം കൊടുക്കുക. അപ്പം നല്ല രീതിക്ക് തന്നെ ചെടി വളർന്നു കിട്ടും. തീരെ വെയ്റ്റ്ലെസ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ അത്യാവശ്യം ചെറിയ പോട്ട് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ലത് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുഞ്ഞു തൈകൾ വരും, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഒരുപാട് വലിയ തൈ ആയിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്യാത്തതാണ് നല്ലത്. അത്യാവശ്യം ഇത്രയൊരു സൈസ് തൈ ആണെങ്കിൽ നമ്മളതിനെ മാറ്റുക. അല്ലെങ്കിൽ വലിയ തൈ ആകുമ്പോൾ എന്ന് വെച്ചാൽ റൂട്ട് ഒരുപാട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റുമ്പോൾ അതിനൊരു ഷോക്ക് വരും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു തൈകളാവുമ്പം തന്നെ മാറ്റി കൊടുക്കുക. അതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ വേറൊരു പ്രൊപ്പഗേഷനിലുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിഫിയിൽ നന്നായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം തണ്ട് വെച്ചിട്ട് ഇല വെച്ചിട്ട് നമുക്കിതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തത് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് അധികം പ്ലാസ്റ്റിക് പോട്ട്സിലായിരിക്കും വരിക. അപ്പോൾ നല്ലൊരു പോട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യരുത്. വളരെ കുറച്ച് ടൈം എടുത്ത് ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെ റീപോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചുകൂടി നല്ലൊരു പോട്ടിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിലുള്ള ആ ഒരു പോട്ടിംഗ് മിക്സിനെ ഇളക്കി കളയാതെ അതോടുകൂടിയിട്ട് തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ നല്ലൊരു പോട്ട് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ പോട്ടിംഗ് മിക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു പോട്ടിംഗ് മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക. അതായത് അതിൻ്റെ റൂട്ട്സ് വളരെയധികം സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മളത് ഇളക്കി ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ്. എന്നാൽ നല്ല ഭംഗിയുമാണ് ഈ ഒരു പ്ലാന്റ് ശരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പോട്ട് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയ ഇലകൾ തീർച്ചയായിട്ടും അതിൻ്റെ മേലെ വെക്കണം എന്നില്ല. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇത് ഒഴിവാക്കണം എന്നില്ല കേട്ടോ. ഈ ഒരു ഇല നമ്മൾ ഒഴിവാക്കണം എന്നില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒരു പോട്ടിംഗ് മിക്സ് ഒരു ട്രെയിൽ വെച്ചിട്ട് കുറച്ച് ചകിരിച്ചോറും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ചകിരിച്ചോറും പെർലൈറ്റ് വെക്കണം എന്നല്ലേ, ചകിരിച്ചോറ് മാത്രം വെച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ അപ്പോൾ നമ്മൾ ജിഫിയില്ലാത്ത വെറും ചകിരിച്ചോറല്ലേ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ച് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും. പിടിച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇലകളും പുതിയ ഇലകളൊക്കെ വരാൻ കുറച്ച് താമസം പിടിക്കും. വേര് പെട്ടെന്ന് തന്നെ വന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇത് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. അപ്പോൾ ഇലയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ നനയുടെ കാര്യമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. നേരത്തെ ആ ഒരു റൂട്ട് വന്ന ആ ഒരു ലീഫ് ജസ്റ്റ് പോട്ട് ചെയ്യാണ്. പിന്നെ റീപോട്ടിങ് എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. റൂട്ട് ബൗണ്ട് വന്നാൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് പുതിയൊരു കുറച്ച് ഒരു പോട്ടിംഗ് മിക്സ് അതിലേക്ക് ആഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ മാത്രം റീപോട്ട് ചെയ്താൽ. പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഫെർട്ടിലൈസർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 15 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കൊടുത്താൽ നല്ല രീതിക്കാണ് ഇത് പൂക്കൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഞാനിതാ ഫെർട്ടിലൈസേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലോണം അത്യാവശ്യം നന്നായിട്ട് ബ്ലൂമിങ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ കണ്ടില്ല ഇഷ്ടം പോലെ പൂക്കൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പൂക്കൾ കഴിഞ്ഞ സ്റ്റേജസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങി. എന്താ കണ്ടോ, ഇവിടെയൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകും ഇതിൻ്റെ തണ്ട്. അപ്പോൾ ഈ പൊട്ടിപ്പോണ തണ്ടുകളൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ട് എടുത്തു. ഇത് പക്ഷേ ഇതിനൊരു വാട്ടം കുടുങ്ങിയിട്ടുണ്ട്. ഇത് ചിലപ്പം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു ഇല തന്നെ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം. അല്ലാതെ തളിർപ്പ് എടുക്കാതെ ഏതായാലും പിടിച്ചു കിട്ടും. പക്ഷേ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു ഇല സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രൊപ്പഗേഷന് വെക്കുന്നതാണ് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ വേര് വന്ന് കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്.
ഇതപ്പോൾ ഈ ചെടികളിലൊക്കെ നമുക്ക് മഞ്ഞ കളർ ഇലകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് മിക്കവാറും എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണത്. അതായത് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമാണ് യെല്ലോയിങ് ഓഫ് ലീവ്സ്. അപ്പം അതെന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് കളയുക. പിന്നെ കുറച്ച് ദിവസത്തേക്ക് തീരെ വെള്ളം ഒഴിക്കാതിരിക്കുക. ഡ്രൈ ആയതിൻ്റെ ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. അപ്പോൾ അത് വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൽ ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ ഇപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്ന NPK 19 കൊടുക്കുന്നതാണ്. ഓർഗാനിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ്. പക്ഷേ ഒരുപാട് കൂടിപ്പോകരുത്. ബാക്കിയുള്ള ചെടികൾക്ക് കൊടുക്കുന്ന അത്ര അങ്ങനെ കൂടരുത്. നന്നായിട്ട് ഡൈല്യൂട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്പ്രേയിങ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സ്പ്രേയിങ് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയാണ് വെച്ചാൽ ഈ ലീഫ് കേടായി പോകുമോ എന്നുള്ളൊരു പേടിനെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഒഴിക്കുന്നില്ല, വളരെ കുറച്ചേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ പ്ലാന്റ് പോകുന്നുണ്ട് കേട്ടോ. സാധാരണ ഹാർഡി ആയിട്ടുള്ള ചെടികൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസേഷൻ പോലെ ഒരുപാട് നമ്മൾ അങ്ങനെ കൊടുക്കരുത് കേട്ടോ. വളരെ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഇതിൻ്റെ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അത് നമുക്ക് റെസ്പോണ്ട് ചെയ്യും, നന്നായിട്ട് പൂക്കൾ തരും. അപ്പോൾ എനിക്ക് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല ഈ ചെടി, വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടി നമ്മൾ കിട്ടിയ ഉടനെ തന്നെ നമ്മളെ ഗ്ലോക്സീനിയൊക്കെ പറഞ്ഞ അതേപോലെ തന്നെ ഉടനെ തന്നെ നമ്മൾ മാറ്റരുത്, ചട്ടി മാറ്റരുത്. അപ്പോൾ അതിന് ഒന്ന് ആ ഒരു ക്ലൈമറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഒത്തു വന്നതിന് ശേഷം മാത്രം നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക, അതായത് പോട്ട് ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് അതിന് ഷോക്ക് വരും. വെർലൈറ്റും വെർമിക്കുലേറ്റും ഒക്കെ കൂടിയൊരു പോട്ടിംഗ് മിക്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ചകിരിച്ചോറൊക്കെ കൂടിയ പോട്ടിംഗ് മിക്സ് ആണ്, അതിൻ്റെ അകത്ത് വെള്ളം തിങ്ങി നിൽക്കില്ല, പെട്ടെന്ന് അതങ്ങനെ വാർന്നു പോകും. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന, ഒരു ട്രേയിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോട്ട് ജസ്റ്റ് ഒരുപാട് വെള്ളമല്ല, ഫുള്ളല്ല, കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നേരം ഇത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു പോട്ടിംഗ് മിക്സ് ഇത് അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് ഒന്നും അങ്ങനെ ചെയ്യണം. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കൂടെ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഫ്രിക്കൻ വയലറ്റ്സ് നിൽക്കുകയും ചെയ്യും, ഒരുപാട് കാലം നമ്മളെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് നന്നായിട്ട് ഫ്ലവറിങ്ങും തരും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.